कर्नाटक वंडी ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് जो बोला था हो गया बिल्कुल जैसा बोला था वैसा काम करके देखा ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറച്ച് ദിവസം ഏകദേശം ഒരു 3 ആഴ്ചത്തോളം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഇരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മോഹിച്ച് ആഗ്രഹിച്ച് വാങ്ങിയ ഒരു വീടാണ്. ഞാൻ സ്വന്തമായി വാങ്ങിയ ഒരു വീടിൻ്റെ ഉമ്മർത്ത് നിന്നിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തിക്കുന്ന തിരക്കിലുള്ള ഡിലേ ആയിരുന്നു ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ വൈകിയത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗാരേജിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് നമ്മളൊരു ETIOS നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞങ്ങൾ ആദ്യം കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കിയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ 3 ആഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീടിൻ്റെ കുറച്ച് പണികൾ ഇപ്പോൾ കട്ടിൽ, മേശ, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ പിന്നെ ഫ്രണ്ടിലെ ഫ്ലോർ വർക്ക്, അങ്ങനെയൊക്കെയുള്ള കുറേ വർക്കുകളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്തായാലും നിൽക്കണം. നമ്മൾ അത് ഇപ്പോൾ വീട് പണിയണവർക്കും അതേപോലെ തന്നെ വീട് പണിതവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു തിക്കും തിരക്കിലായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചത്തോളം ഞാൻ ഗാരേജിൽ നിന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 ആഴ്ച ഗാരേജിൽ പോയില്ല. ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാരേജിലേക്ക് റിട്ടേൺ വരും. എന്നാൽ ഗാരേജിൽ തീർത്തും പോകണമെന്നില്ല എന്നല്ല, വൈകുന്നേരങ്ങളിൽ പോകായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാരണം വീഡിയോസ് നമ്മൾ ഡെയിലി ഇടാനൊക്കെ ആയിട്ട് സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ വീട് ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 28-ാം തീയതി ഡിസംബർ 28-ാം തീയതിയാണ് പെരയ പാർക്കിൽ ഉദ്ദേശിച്ചത്. പെരയ പാർക്ക് എന്ന് പറഞ്ഞാൽ വീട് താമസം, ചിലവർ കുട്ടിഷ എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഉദ്ദേശം. 28-ാം തീയതി ഡിസംബർ 28 ഉദ്ദേശമാണ്. അപ്പോൾ അതിക്ക് മുമ്പ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്തിട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ETIOSൻ്റെ വീഡിയോയിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് ഇന്നോടെ വീഡിയോസും കൂടി ഉണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ETIOSൻ്റെ വീഡിയോയിലേക്ക് പോകാം. ടൈപ്പ് 1 മോഡൽ ഒരു ഗ്രേ കളർ ETIOS ആയിരുന്നു. ഈ വണ്ടിനെ നമുക്ക് പ്ലാറ്റിനം മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതേപോലെ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ ഫുൾ പെയിൻറ്റിങ് ചെയ്യണം. ഫുൾ പെയിൻറ്റിങ് കസ്റ്റമർ ഉദ്ദേശിച്ചാണ്. കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ മുന്നൊരു ETIOS ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഈ ഒരു വണ്ടി കൺവേർഷൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് പ്ലസ് സ്പോർട്ടി വിൻസ് സപ്പോർട്ടുള്ള രീതിയിലുള്ള സീറ്റ് പ്ലസ് പ്ലാറ്റിനം മോഡലിലേക്കുള്ള കൺവേർഷൻ.
അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയോസും കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത ആ സമയത്തായിരുന്നു നമ്മളുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ റോഡ് പണി നടക്കുന്നുണ്ട്. ചിലവർക്കൊക്കെ അറിയാൻ സാധിക്കും. അപ്പം നമ്മളുടെ ആ ഉമ്മർത്ത് ആ റോഡ് പണി വന്നത് ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം റോഡ് JCB ഒക്കെ വന്ന് കുത്തിപ്പൊടിച്ചു. അപ്പോൾ നമ്മൾക്ക് വണ്ടി ഇറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വണ്ടി പിന്നെ നമ്മൾ ഒന്ന് മണ്ണൊക്കെ ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തതിന് ശേഷമാണ് വണ്ടി കാര്യങ്ങളൊക്കെ ഇറക്കിയത്. അപ്പോൾ നമ്മളതിൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുൾ പെയിൻറ്റിങ് ചെയ്തു. ബ്ലാക്ക് ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് എന്ന് പറയുന്ന കളർ അടിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം സ്പോർട്ടി വിൻസ് തയ്യപ്പെട്ടുള്ള രീതിയിലാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ പ്ലാറ്റിനം മോഡലിലേക്ക് കൺവേർഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് വണ്ടി നേരെ വാഷിങ്ങിലാണ് അവിടെ നിന്ന് കൊണ്ടുപോയത്. പിന്നെ നമ്മൾക്ക് വാഷിങ്ങിന് പിന്നെ നേരെ കസ്റ്റമർ വന്ന് എടുത്ത് കൊണ്ടുപോയി ചെയ്തത്. കാരണം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഈ ഒരു രീതിയിലാണ് നമ്മൾ വണ്ടി പുറത്തേക്ക് ഇറക്കിയത്. അപ്പോൾ പിന്നീട് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് ഗ്യാരേജിൽ കൊണ്ടുപോയി വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വാഷിങ്ങിൽ നിന്നാണ് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്ത് കൊടുത്തത്. വണ്ടി കസ്റ്റമർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എത്തിയോസിൻ്റെ വീഡിയോസ്. നമ്മളെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഈ ഒരു പണി നടക്കണ കാരണം നമുക്ക് കുറേ ഡീലുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 വണ്ടികൾ നമുക്ക് പ്രോമിസ്ഡ് ടൈം മാറി 7 വണ്ടിയോളം ടൈം കറക്റ്റ് മാറി നമ്മൾക്ക് ഇപ്പോൾ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വർക്ക് തീരുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾക്ക് എല്ലാ ദിവസവും നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ സാധിക്കില്ല. കാരണം പൊടിയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പ്രൈമർ അടിച്ചാലും പൊടി അധികം വരുന്നതും പുറത്തിട്ടാണ് പ്രൈമർ അടിക്കാമെന്ന് പറയും. അപ്പോൾ എന്നാലും പൊടി അധികം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തൊന്നും പ്രൈമർ അടിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഏകദേശം റോഡ് പണിയും കാര്യങ്ങളെല്ലാം തീർന്ന് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഏരിയയിലെ കോൺക്രീറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നോവയുടെ വീഡിയോയിലേക്ക് പോയി. ഇത് കർണാടകയിൽ നിന്ന് വന്ന ഒരു ഇന്നോവയായിരുന്നു. ഒരു ഗോൾഡൻ കളർ 2005 മോഡൽ ഇന്നോവയായിരുന്നു. വണ്ടി ഫുൾ വർക്കായിരുന്നു. ഫുൾ പെയിൻറ്റിങ്, ഇന്ത്യയിൽ പെയിൻറ്റിങ്, അതേപോലെ തന്നെ സീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം സ്പോർട്ടി വിൻസ് തയ്ച്ചപ്പെട്ടുള്ള രീതിയിലുള്ള ഒരു ഫുൾ വർക്ക് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു വണ്ടിയുടെ വീഡിയോസ് അടുത്ത് നമുക്ക് പോവാം. അപ്പോൾ അത് വീഡിയോയിലേക്ക് പോകും. ആ വണ്ടി ഫൈനലായി ഓൾറെഡി. നമുക്ക് അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസും കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ കസ്റ്റമർ അതിനെപ്പറ്റി നല്ല അഭിപ്രായം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ അഭിപ്രായങ്ങളും കാര്യങ്ങളും കാണുകയും ചെയ്യാം. പിന്നെ ആ വണ്ടിയുടെ വീഡിയോസും കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഒരു കർണാടക വണ്ടി ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവർ വൈകുന്നേരമായി വണ്ടി ഡെലിവറി ടൈം ആയപ്പോൾ വണ്ടി വന്നിരിക്കുന്നത് കർണാടക മൈസൂരിൽ നിന്നാണ് വണ്ടി വന്നിരിക്കുന്നത്. ചാമറനഗർ. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടി വന്നിട്ട് ഏകദേശം ഒരു 1.5 മാസത്തോളമായി അല്ലേ? 1.5 മാസത്തിൻ്റെ അടുത്തായി. ഇപ്പോൾ വണ്ടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. Searching for greatness in a sea of the dying and shameless, a sea of the aimless. I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it, and I don't think I'll be fine if I don't break my limitations. Don't try to stop me, I exist to write my own story. I'll make a decision if I want some peace or if I want the glory. और हमारे काम कैसे लगा? अच्छा है क्या? नहीं, बहुत अच्छा है काम. हमारे को बहुत खुशी हुआ आपका काम देख के. ठीक है. वो आप जो बोला था हो गया बिल्कुल जैसा बोला था वैसा काम करके दिख रहा है. और आप क्या बोल रहे हो? यस, बहुत अच्छा है. गुड. മാഷാഅല്ലാ, बहुत अच्छा है. अच्छा है. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഇത്ര അകലേന്നൊക്കെ നമുക്ക് വരുമ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇത് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഗോൾഡൻ കളർ വണ്ടിയായിരുന്നു. വണ്ടി ഫുള്ളായിട്ട് തന്നെ ഇത് ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്രിസ്റ്റയ്ക്ക് പറഞ്ഞാൽ സിൽവർ കളറാണ് അടിച്ചിരിക്കുന്നത്. നോർമൽ 127 അല്ല, ക്രിസ്റ്റയ്ക്ക് പറഞ്ഞാൽ സിൽവർ കളർ അടിച്ചിരിക്കുന്നത്.
അപ്പോൾ ഓക്കെ, സന്തോഷം. अच्छा ഇപ്പോൾ കർണാടകയിൽ നിന്ന് നമ്മുടെ ഒരു വണ്ടി ഡെലിവറി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ സാർ. അപ്പോൾ നമ്മുടെ 2 വണ്ടിയുടെ വീഡിയോ ആയിരുന്നു എത്തിയോസും അതേപോലെ തന്നെ ആ ഒരു ഇന്നോവ ഡെലിവറി ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനിയും വണ്ടികൾ നമ്മൾ പോയിട്ടുണ്ട്. ഒരു നമ്മുടെ റെനോൾട്ടിൻ്റെ പഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി നമ്മൾ മിനി കൂപ്പറിന് പറഞ്ഞ ഒരു കളറൊക്കെ അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ഒരു കളറൊക്കെ അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. കാരണം ഏകദേശം ഒരു 8 വണ്ടിയോളം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ തുടരെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഗ്യാരേജിലെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് ഇയർ നല്ല രീതിയിൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ മറ്റന്നൊക്കെ ആയിട്ട് നമ്മളുടെ ബാക്കിയുള്ള വീഡിയോസ്, ബാക്കി വണ്ടി ഇവിടെ നിന്ന് ഡെലിവറി ചെയ്തിട്ടുള്ള വണ്ടികളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. വീഡിയോസുകളിൽ ചെറിയ രീതിയിൽ ഞാൻ എൻ്റെ ഒരു ചെറിയ വീട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ചെറിയ 2-3 ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും. ചെറിയൊരു വീടാണ്, 1300 സ്ക്വയർ ഫീറ്റ്. കഴിഞ്ഞൊരു വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1300 സ്ക്വയർ ഫീറ്റ് ചെറിയൊരു വീട്. അപ്പോൾ ആ വീടിൻ്റെ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഒരുപാട് നമ്മളുടെ വർക്കിൽ നമ്മൾ ഒരുപാട് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വാട്സാപ്പിലൊരു കസ്റ്റമർ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ആ കസ്റ്റമർക്ക് എന്താണ് CarJJ, ആ CarJJയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ എന്തായാലും നമ്മൾ ഈ ഒരു അടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ കുറേ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് നമ്മൾ മിനിമം കംപ്ലയിൻറ്റ്സ് മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ 28-ാം തീയതി ഡിസംബർ 28-ാം തീയതി പെരത്താമസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തിരക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോസ് എന്തായാലും തുടരെ ഇപ്പോൾ ഈ ഒരു 2-3 ദിവസങ്ങളിലായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ CarJJ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പിന്നെയും സപ്പോർട്ട് ചെയ്യുക. ഏകദേശം 3 വീക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല, ക്ഷമ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.